ശാന്തമ്മ ടീച്ചർ. എൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ്. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശാന്തമ്മ ടീച്ചർ ഞങ്ങളുടെ സ്കൂളിൽ വരുന്നത്. നല്ല ചന്തമുള്ള ടീച്ചർ, വെളുത്ത നിറം, നീളൻ മുടി പിന്നിയിട്ടിരിക്കുന്നു, നെറ്റിയിൽ വലിയ വട്ടത്തിലുള്ള കുങ്കുമപ്പൊട്ട്, സൗമ്യമായ ഇടപെടൽ. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് ടീച്ചറെ ഇഷ്ടമായി. പിന്നെ ഞാൻ ഓരോ ദിവസവും സ്കൂളിൽ പോകുന്നത് ടീച്ചറെ കാണാനാണ്. ടീച്ചർ തമിഴ് മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത്. എങ്കിലും ഞാൻ അകലെ നിന്ന് കൗതുകത്തോടെ ടീച്ചറെ വീക്ഷിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ടീച്ചർ വന്നില്ലെങ്കിൽ എനിക്ക് ഒരുതരം ശൂന്യതയാണ് അനുഭവപ്പെടുക. അങ്ങനെ കുറേ നാൾ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം സ്കൂളിലെത്തിയപ്പോൾ കുട്ടികളെല്ലാം വരിവരിയായി നിൽക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. എന്നെയും ആരോ പിടിച്ച് ലൈനിൽ നിർത്തി. എനിക്ക് കാര്യം മനസ്സിലായില്ല. പൊതുവെ ആരോടും സംസാരിക്കാത്ത ഞാൻ ആരോടും ഒന്നും ചോദിച്ചില്ല. കുട്ടികളും അധ്യാപകരും മെല്ലെ നടന്നു തുടങ്ങി. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ നാമജപം കേൾക്കാമായിരുന്നു. ഞാൻ കരുതി ഏതോ അമ്പലത്തിൽ പോവുകയാണെന്ന്. ഒരുപാട് ആളുകൾ അവിടെ കൂടി നിന്ന് താഴ്ന്ന സ്വരത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ കാണാം, ഞാൻ ആരാധിക്കുന്ന ടീച്ചർ വെള്ള പുതച്ച് പെട്ടിയിൽ കിടക്കുന്നു. ചന്ദനത്തിരിയുടെയും പൗഡറിൻ്റെയും രൂക്ഷഗന്ധം. ആരൊക്കെയോ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ഒരു കുഞ്ഞുവാവ ഏങ്ങലടിച്ച് കരയുന്നു. കുറച്ച് പേർ പൂക്കൾ കാണിച്ചും മറ്റും ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. അമ്മ എടുക്കാനാണ് അവൾ കരയുന്നത്. അവൾക്കറിയില്ലല്ലോ ഇനിയൊരിക്കലും അമ്മയ്ക്ക് തന്നെ എടുക്കാൻ കഴിയില്ലെന്നും അമ്മിഞ്ഞപ്പാൽ ഊട്ടാൻ കഴിയില്ലെന്നും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മരണ വീട്ടിൽ പോകുന്നതും മരിച്ചു കിടക്കുന്നയാളെ നേരിട്ട് കാണുന്നതും. ആ കുഞ്ഞിൻ്റെ അവസ്ഥ കൂടി കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാതായി. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടയ്ക്കുമ്പോൾ ശാന്തമ്മ ടീച്ചറിൻ്റെ മുഖം. പിന്നെ പലരും പലതും പറഞ്ഞു കേട്ടു മരിച്ച ആത്മാക്കളെക്കുറിച്ച്. അങ്ങനെ എൻ്റെ സങ്കടവും പേടിയും കൂടിക്കൂടി വന്നു. രാത്രിയാകുമ്പോൾ എൻ്റെ ശരീരം കിലുകില വിറയ്ക്കാൻ തുടങ്ങും. ഞാൻ കിടക്കുന്നത് തനിച്ചായതിനാൽ വീട്ടിലാരും എൻ്റെ അവസ്ഥ അറിഞ്ഞിരുന്നില്ല. ഞാൻ ആരോടും ഒട്ട് പറഞ്ഞതുമില്ല. കാലം കുറേ എടുത്തു ആ വിറയലിൽ നിന്നും, ഉറക്കമില്ലാത്ത എൻ്റെ അവസ്ഥയിൽ നിന്നും എനിക്ക് മോചനം കിട്ടാൻ.